UN അതായത് ഐക്യരാഷ്ട്രസഭ ഇസ്ലാമോഫോബിയെ ചെറുക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനം ആചരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ വെച്ച് തന്നെ പാകിസ്ഥാനിൽ നടക്കുന്ന ഇസ്ലാമിക് ടെററിസത്തിനെ കുറിച്ച് ഇന്ത്യ ആഞ്ഞടിച്ചിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാകിസ്ഥാൻ ഒരു അക്ഷരം പോലും പറയാൻ വയ്യാത്ത രീതിയിൽ ഇപ്പോൾ വലിയ രീതിയിൽ പാകിസ്ഥാൻ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ടെററിസം കയറ്റി അയക്കുന്ന, എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ രാജ്യമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു. അപ്പോഴാണ് ഇവിടെ UN ഇസ്ലാമോഫോബിയയ്ക്ക് എതിരെ ഉള്ള ദിനം ആചരിക്കുന്നത് എന്ന രീതിയിലായിരുന്നു ഇന്ത്യയുടെ സംസാരം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിട്ടുള്ള ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരം പ്രതിനിധിയായിട്ടുള്ള പർവതാനി ഹരീഷാണ് ഇക്കാര്യങ്ങളെല്ലാം ഉന്നയിച്ചത് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഒന്ന് ജമ്മു കശ്മീരാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ പാകിസ്ഥാനിൽ നടന്നിരിക്കുന്ന അതിഭീകരമായിട്ടുള്ള ട്രെയിൻ റാഞ്ചൽ BLA എന്ന് പറയുന്ന പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ജാഫർ എക്സ്പ്രസ് റാഞ്ചിയ സംഭവത്തിൽ വീണ്ടും UN-ൽ ഇതിനു പുറകിൽ ഇന്ത്യയാണ് എന്നുള്ള ആരോപണമാണ് ഇവർ ഉന്നയിച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യയെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ നടത്തുന്ന സകല ഭീകരവാദവും എടുത്ത് പുറത്തിട്ടുകൊണ്ട് പാകിസ്ഥാനെ UN-ൽ വെച്ച് തന്നെ നിശ്ചിതമായി ഇന്ത്യ വിമർശിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ ഒരു മറുപടി പോലും ഇല്ലാതായി പോയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാകിസ്ഥാന്റെ മൗലികവാദ മാനസികാവസ്ഥ എല്ലാവർക്കും അറിയാമെന്നും പാകിസ്ഥാന്റെ മതഭ്രാന്തിന്റെ റെക്കോർഡ് ലോകത്തിന് മുന്നിലുണ്ടെന്നുമാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. രൂക്ഷമായ ഭാഷയാണ്, ശക്തമായ ഭാഷയിലാണ് പാകിസ്ഥാനെ ഇന്ത്യ വിമർശിച്ചിരിക്കുന്നത്. ജമ്മു കശ്മീർ വിഷയം പോലും പാകിസ്ഥാന് ഇതേ തുടർന്ന് ഉന്നയിക്കാൻ ബുദ്ധിമുട്ടായി. അതായത് പാകിസ്ഥാന്റെ ഭീകരവാദം ഒന്നൊന്നായി ഇന്ത്യ എടുത്ത് UN-ന്റെ മുന്നിലേക്ക് വച്ചപ്പോൾ ജമ്മു കശ്മീർ വിഷയം പോലും പാകിസ്ഥാന് ഉന്നയിക്കാൻ ബുദ്ധിമുട്ട് വന്നു എന്ന റിപ്പോർട്ടാണ് വരുന്നത്. മാർച്ച് 14 ജമ്മു കശ്മീരിനെ കുറിച്ചുള്ള പാകിസ്ഥാന്റെ അവകാശവാദങ്ങളെയും പ്രസ്താവനകളെയും ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ സ്ഥിര പ്രതിനിധി പർവതാനി ഹരീഷാണ് ശക്തമായി വിമർശിച്ചത്. ജമ്മു കശ്മീരിനെ കുറിച്ച് ആവർത്തിച്ച് മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത് ഇന്ത്യയുടെ മുദ്രാവാക്യം പാകിസ്ഥാൻ വിളിക്കുന്നത് അത് ഇന്ത്യയുടെ അവിഭാജ്യമായിട്ടുള്ള ഘടകം അല്ലാതാക്കുകയില്ല. അതായത് ജമ്മു കശ്മീരിനെ കുറിച്ച് നിങ്ങൾ എത്രയൊക്കെ ഉച്ചത്തിൽ സംസാരിച്ചാലും ജമ്മു കശ്മീർ എന്നും ഇന്ത്യയുടെ തന്നെയാണ്, ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്, അത് അങ്ങനെ അല്ലാതാകുകയില്ല എന്നാണ് ഇന്ത്യൻ പ്രതിനിധി UN-ൽ ശക്തമായ ഭാഷയിൽ പറഞ്ഞത്. എന്തായാലും ഇത് ഇപ്പോഴും എപ്പോഴും നമ്മുടേതായിരിക്കും, അങ്ങനെ തന്നെ തുടരുമെന്നും പർവതാനി വ്യക്തമായി പ്രസ്താവിച്ചു. ട്രെയിൻ റാഞ്ചലിന് പിന്നിൽ ഇന്ത്യയാണ് എന്നാണ് രണ്ടാമതായി പാകിസ്ഥാൻ ആരോപിച്ചത്. ട്രെയിൻ റാഞ്ചലിൽ ഇന്ത്യയുടെ പങ്കിനെ കുറിച്ചുള്ള പാകിസ്ഥാന്റെ ആരോപണങ്ങൾ വെള്ളിയാഴ്ച ഇന്ത്യ തള്ളിയതിനു ശേഷമാണ് ഇന്ത്യൻ സർക്കാരിന് വേണ്ടി ഹരീഷ് പർവതേനി ഈ പ്രസ്താവന UN-ൽ നടത്തിയത്. ഈ ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞ ഇന്ത്യ ആഗോള ഭീകരതയുടെ യഥാർത്ഥ പ്രഭവ കേന്ദ്രം എവിടെയാണെന്ന് ലോകത്തിന് ഞങ്ങൾ കാണിച്ചു തരാമെന്നാണ് UN-ൽ പറഞ്ഞത്. എന്നിട്ടാണ് അവരുടെ നാട്ടിൽ ട്രെയിൻ റാഞ്ചൽ നടന്നതിന് ഇന്ത്യയെ അവർ കുറ്റപ്പെടുത്തുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജമ്മു കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി എപ്പോഴും ഇപ്പോഴും നിലനിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാൻ നടത്തിയ പ്രസ്താവനയോടുള്ള ഈ പ്രതികരണം വായിച്ച പർവതാനി ഹരീഷ് പറയുന്നു, പതിവ് പോലെ പാകിസ്ഥാൻ മുൻ വിദേശകാര്യ സെക്രട്ടറി ഇന്ന് വീണ്ടും ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കശ്മീരിനെ കുറിച്ച് അനാവശ്യമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നു. ജമ്മു കശ്മീർ വിഷയം ആവർത്തിച്ചുന്നയിക്കുന്നതിലൂടെ ആ മേഖലയിലൂടെ അവരുടെ അവകാശവാദം സാധൂകരിക്കപ്പെടുമെന്നാണ് അവർ വിചാരിക്കുന്നത്. എന്നാൽ അങ്ങനെ സാധൂകരിക്കപ്പെടില്ല എന്നും അദ്ദേഹം പറയുന്നു. വേറൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്, ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ്. ആ ഇന്ത്യ വൈവിധ്യങ്ങളുടെ നാടാണ്. ഇന്ത്യയിൽ 200 ദശലക്ഷത്തിലധികം മുസ്ലിങ്ങളുണ്ട്. റമദാൻ മാസത്തിൽ എത്ര പള്ളികളാണ് നിങ്ങളുടെ നാട്ടിൽ പൊട്ടിത്തെറിച്ചത് എന്നുള്ളതിന്റെ ഒരു കണക്കെടുക്കൂ. എന്നാൽ നിങ്ങൾ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ എത്ര സുന്ദരമായിട്ടാണ് മുസ്ലിങ്ങൾ ഇവിടെ താമസിക്കുന്നത് എന്ന് കാണാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാന് ഒരു അക്ഷരം പോലും തിരിച്ചു പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു ഇന്ത്യയുടെ വിമർശനം UN-ൽ പാകിസ്ഥാന് നേരെ ഉണ്ടായത് എന്നുള്ളതും വളരെയധികം ശ്രദ്ധേയമാണ്. ഇതോടുകൂടി അന്താരാഷ്ട്ര ഇസ്ലാമോഫോബിയക്കെതിരെയുള്ള ദിനം ആചരിക്കാമെന്ന് UN പോലും ഒരുപക്ഷെ വെട്ടിലായോ എന്നും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ.